ഹായ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ പട്ടയൊക്കെ എടുത്തുകൊണ്ട് പട്ടയും ഓലയൊക്കെ ആയിട്ട് എന്താ പരിപാടിയെന്ന്. ഇന്നൊരു പ്രത്യേക ഒരു പരിപാടി ഉണ്ട്. കാരണം ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 പയർ നട്ടിട്ടുണ്ടായിരുന്നു. ആ പയർ ഞാൻ വിചാരിച്ചു നല്ലോണം പിടിച്ചു വരാണെങ്കിൽ മാത്രം അതിനെന്തെങ്കിലും ഒരു ഇത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പക്ഷേ അത് നന്നായിട്ട് പടർന്ന് കയറാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു കമ്പ് എന്തെങ്കിലും കുത്തി കൊടുക്കണ്ടേ. ഇവിടെ തെങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ ഞാൻ തറവാട്ടിൽ പോയി 2 ഓലമടൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് വെട്ടി അതിൻ്റെ കുറച്ച് ഇതൊക്കെ കളഞ്ഞിട്ട് ഓലയൊക്കെ കുറച്ച് കളഞ്ഞ് കനം കുറച്ച് ഞാൻ വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. ഈ പടർന്ന് കയറുന്ന സാധനം നടന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് അതുകൊണ്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കാൻ നടക്കണം. അതായത് പടർത്താനും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കണം. അതുകൊണ്ട് അത് കമ്പും കോലൊക്കെ അധികം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ പുറകെ പോകാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വളർന്നു വരുന്ന പയറല്ലേ, അത് വളരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അല്ലെങ്കിൽ എപ്പോഴും പയർ കേട്ടാൽ വല്ല മുന്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് പോവാറാ പതിവ്. പക്ഷേ ഈ പ്രാവശ്യം പയർ നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വരുന്നതല്ലെങ്കിൽ പിന്നെ അതിനൊരു കമ്പ് എന്തെങ്കിലും കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ തറവാട്ടിൽ പോയി 2 ഓലയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് അതിനൊരു കമ്പ് കുത്താനായിട്ട് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആ പരിപാടിയാണ് ഇന്ന് ചെയ്യണത്. നല്ല വെയിലുള്ള സമയമായിട്ട് ഒരു 3:30 ആയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പുറകെ കിടക്കണത്. ഞാൻ ഉച്ചയ്ക്ക് എടുത്തുകൊണ്ടെന്ന് വെച്ചതാണ്. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഓലയൊക്കെ വെട്ടിക്കളഞ്ഞ് ഇച്ചിരി കനം കുറച്ചിട്ട് അങ്ങോട്ട് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഈർക്കിളി പോലെ കീറി കുറച്ചിങ്ങനെ നിർത്തണമായിരുന്നു. പക്ഷേ അത് ഇനിയിപ്പോൾ കുറേ സമയമൊക്കെ എടുക്കും. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ഇത് തന്നെ ഒരു കുത്തി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് നിൽക്കോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ആകെ 2 കട പയറുള്ളൂ. എങ്കിലും അത് പടർന്ന് കയറട്ടെ. എന്തെങ്കിലും 2 അച്ചിങ്ങ ഇട്ടാണെങ്കിൽ അത്രയായില്ലേ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. കാറ്റ് വരുമ്പോൾ മറിഞ്ഞു വീഴുമെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ആദ്യം ഒരു പ്രാവശ്യം കുത്തിയിട്ട് അതങ്ങോട്ട് കയറണില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കമ്പിൻ്റെ അറ്റം ഒന്ന് മൂർച്ച കൂട്ടി ഒരു മൊന പോലെ ആക്കിയിട്ടോ. അപ്പോൾ അത് മണ്ണിൽ തറഞ്ഞ് വേഗം കയറിക്കോളല്ലോ. അപ്പോൾ അങ്ങനെ കുത്തി ഞാൻ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താവോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. ഇനിയും കാറ്റ് വരുമ്പോൾ മറിഞ്ഞു വീഴുമോ അറിയില്ല. അതിനിപ്പോൾ എല്ലാം വരുമ്പോൾ നോക്കാം. എന്തായാലും എനിക്ക് പറ്റണ പോലെ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പയർ ഉഷാറായിട്ട് കയറട്ടെ. അപ്പോൾ പയർ ഞാൻ എന്നിട്ട് അതൊന്ന് പടർത്തിയൊക്കെ കൊടുത്തു കേട്ടോ. ഇനി പയർ കയറി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. വീട്ടിലുണ്ടാവണ അച്ചിങ്ങ കൂട്ടി കഴിക്കാമല്ലോ, അതാണ് സന്തോഷം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ, താങ്ക് യു.